ടി.പി. വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദ് ചെയ്തു. വയനാട് മീനങ്ങാടി സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനാണ് പരോൾ റദ്ദ് ചെയ്തത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഇന്നലെ ജനം TV തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തലശ്ശേരി കോടതിയിൽ നിന്നും കണ്ണൂർ ജയിലിലേക്ക് ഹാജരാക്കുന്ന വേളയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കൊടിസുനി മദ്യപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ വ്യാപകമായി ഈ വ്യവസ്ഥകൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലാണോ നടപടി? KP ഈ കൊടിസുനി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ, അതായത് നിരവധി കൊലപാതക കേസിലെ പ്രതി, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നിലവിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നയാൾ, അത്തരത്തിൽ പേരുകേട്ട ഒരാളാണ് കൊടിസുനി. അയാൾക്ക് കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും പ്രവേശിക്കാനുള്ള അനുമതി പോലുമില്ല. അതിനിടെയാണ് ഈ തലശ്ശേരിയിലെ ന്യൂമാഹി പ്രദേശത്തൊരു BJP പ്രവർത്തകരായ 2 പേരെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ തലശ്ശേരി കോടതിയിൽ നടന്നു വരികയാണ്. ആ സമയത്ത് ഇയാൾക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ പ്രത്യേക അനുമതി കോടതി തന്നെ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനിടെ അയാൾക്ക് അടിയന്തര പരോളായി 15 ദിവസത്തെ അടിയന്തര പരോൾ കഴിഞ്ഞ മാസം കോടതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അയാൾക്ക് കണ്ണൂർ ജില്ലയിൽ നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ചട്ടം. എന്നാൽ ഇയാൾ ഈ 15 ദിവസത്തെ പരോൾ ലഭിച്ചതിന് ശേഷം മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയോ പോലീസിൽ അത് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തില്ല. ആ വിവരം കൃത്യമായി മീനങ്ങാടി CI അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് ചെയ്തു. തുടർന്നാണ് കൊടിസുനിയുടെ പരോൾ, ഈ 15 ദിവസത്തെ പരോൾ റദ്ദ് ചെയ്തുകൊണ്ട് അയാളെ തിരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്നലെ വൈകിട്ടോടുകൂടി എത്തിച്ചത്. മാത്രമല്ല, ഇതര സംസ്ഥാനത്തേക്ക്, അതായത് കേരളം വിട്ട് കൊടിസുനി യാത്ര ചെയ്തു എന്ന ഗുരുതരമായ കണ്ടെത്തൽ കൂടിയുണ്ട്. അതുകൂടാതെ ജയിലിന് പുറത്തുള്ള ചില ക്രിമിനലുകളുമായി ചേർന്ന് തലശ്ശേരിയിൽ ഉൾപ്പെടെ ചില സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതി കൊടിസുനിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതുകൂടാതെ നമുക്കറിയാം, കൊടിസുനി ഇത് ആദ്യമായിട്ടല്ല ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ജയിലിൽ ഇരുന്നു കൊണ്ട് കൊട്ടേഷൻ കാര്യങ്ങൾ നിയന്ത്രിക്കുക, പ്രവാസിയെ അടക്കം വിളിച്ച് ഭീഷണിപ്പെടുത്തുക, സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ അടക്കം കാര്യങ്ങൾ ജയിലിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കുക, ജയിലിൽ ഫോൺ ഉപയോഗിക്കുക തുടങ്ങി ഗുരുതരമായ കണ്ടെത്തലുകൾ കൊടിസുനിക്കെതിരെ നേരത്തെയും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ്, അതായത് നിയമ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കൊടിസുനി വീണ്ടും ഈ പരോൾ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു. മാത്രമല്ല, അയാൾ മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, മറ്റൊരു സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്തു. അങ്ങനെ ഗുരുതരമായ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇയാളുടെ അടിയന്തര പരോൾ റദ്ദ് ചെയ്തുകൊണ്ട് അയാളെ ഉടൻ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചത്. മാത്രമല്ല, ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ മറ്റൊരു വാർത്ത നൽകിയിരുന്നു. തലശ്ശേരി ജയിലിൽ കോടതിയിൽ വിചാരണ വേളയിൽ തലശ്ശേരി കോടതിയിൽ പോയി തിരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് വരുന്ന സമയത്ത് തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് കൊടിസുനിക്ക് മദ്യപിക്കാനുള്ള അവസരം അയാളുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ തന്നെ ഉണ്ടാക്കി നൽകി എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. KP കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.